നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ബാക്കിലുള്ള കുറച്ച് വർക്കൗട്ടുകൾ നോക്കിയാലോ. അത് യാതൊരുവിധ എക്യുപ്മെന്റും ആവശ്യമില്ല, ഒരു തോർത്ത് മാത്രം മതി കേട്ടോ. ആദ്യം നമുക്ക് ലോവർ ബാക്ക് ഫോക്കസ് ചെയ്യാം. തറയിൽ ഇങ്ങനെ കിടന്നിട്ട് ജസ്റ്റ് രണ്ട് കൈ ഒരുമിച്ച് ഇങ്ങനെ പൊക്കുക. ഈ വർക്കൗട്ട് ലോവർ ബാക്കിനെ നല്ലോണം എൻഗേജ് ചെയ്യും. ഈ വർക്കൗട്ടിന്റെ പേര് സൂപ്പർമാൻ എന്നാണ്. ഇതൊരു 30 എണ്ണം 3 സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തായിട്ട് ലോവർ ബാക്കിന് വേണ്ടിയുള്ള വേറൊരു വർക്കൗട്ടാണ്. ഇത് നേരത്തെ കിടന്ന പോലെ തന്നെ കിടന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കൈയും കാലും ഒരേ സമയം പൊക്കാനായിട്ട് നോക്കുക. ഇത് മറ്റേനെക്കാട്ടി എളുപ്പമായിട്ട് തോന്നും, എന്നാൽ നല്ല എഫക്റ്റീവ് ആണ്. ഈ വർക്കൗട്ടിന്റെ പേര് അക്വാമാൻ എന്നാണ്. ഇതൊരു 20 എണ്ണം വീതം 3 സെറ്റ് എടുക്കാനായിട്ട് നോക്കുക. അടുത്തായിട്ട് ലോവർ ബാക്കിനെ അപ്പർ ബാക്കിനെ ഏകദേശം കുറച്ചൊക്കെ എൻഗേജ് ചെയ്യുന്ന വ്യത്യസ്ത വർക്കൗട്ടാണ്. ഇതുപോലെ നമ്മൾ സാധാരണ പ്ലാൻ എടുക്കാൻ നിൽക്കുന്ന പൊസിഷൻ ഇന്നതിന് ശേഷം പതുക്കെ കാലം കൊണ്ട് തെള്ളി മടങ്ങി ഫ്രണ്ടിലോട്ട് വരുക, അതുപോലെ തിരിച്ച് പതുക്കെ താഴോട്ടും പോവുക. ഈ വർക്കൗട്ടിന്റെ പേര് ബാക്ക് പെഡൽ പ്ലാങ്ക് എന്നാണ്. ഇതൊരു 30 സെക്കൻഡ് വീതം 3 സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനിയുള്ള 2 വർക്കൗട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ തോർത്തിന്റെ ആവശ്യം വരുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ കിട്ടുന്ന ഒരു ചെറിയ തോർത്ത് ടവലോ എന്തെങ്കിലും മതി കേട്ടോ. നേരത്തെ കിടന്ന് അതേ പൊസിഷനിൽ കിടന്നിട്ട് സാധനം എടുത്ത് ഇതുപോലെ കൈ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ വർക്കൗട്ടിനായിട്ട് ഇതുപോലെ പതുക്കെ തല പൊക്കി തോർത്ത് അടിയിലോട്ട് കൊണ്ടുവരിക. ഇത് നമ്മുടെ അപ്പർ ബാക്കിനും ലോവർ ബാക്കിനും ഒരുപോലെ എൻഗേജ് ചെയ്യിപ്പിക്കും. ഈ വർക്കൗട്ടിന്റെ പേര് ടവൽ പുൾസ് എന്നാണ്. ഏകദേശം 10 എണ്ണം വീതം 4 സെറ്റെങ്കിലും എടുക്കാനായിട്ട് നോക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് അവസാനത്തെ വർക്കൗട്ട് അതേപോലെ തന്നെ കിടന്ന് അതുപോലെ തന്നെ ടവൽ പിടിച്ചിട്ട് ജസ്റ്റ് ടവൽ കൊണ്ടുവരുമ്പോൾ തല അടിയിലോട്ടും ടവൽ മേലോട്ടും കൊണ്ടുവരിക. ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന അപ്പർ ബാക്കിന് വേണ്ടിയാണ്. ഇതിന്റെ പേര് മറ്റേതുപോലെ തന്നെ ഇത് റിവേഴ്സ് ടവൽ പുൾസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾ മറ്റേതുപോലെ തന്നെ 10 എണ്ണം ഇതൊരു 4 സെറ്റ് എടുക്കാനായിട്ട് നോക്കുക.